ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു J2 Tech ആൻഡ് Vlogs. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം, ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു സെയിം വീഡിയോ, അതായത് ഈ ഒരു HDMI to AV കൺവേർട്ടറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരു പഴയ CRT TV എങ്ങനെ സ്മാർട്ട് TV ആക്കാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഇതിന്റെ പവർ, നമ്മുടെ അഡാപ്റ്റർ വേണോ വർക്ക് ചെയ്യാനായിട്ട്, അത് ഇതിൻ്റെ അകത്ത് USB നമുക്ക് പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവോ, ഏതൊക്കെ ഡിവൈസ് ആണ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരുപാട് കമന്റ്സ്, അതായത് ഇപ്പം ഡൗട്ടുള്ള ഒരുപാട് കമന്റ്സ് കണ്ടിരുന്നു. അങ്ങനെ വ്യക്തത വരാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നത്. അതായത് ഈ ഒരു HD വീഡിയോ കൺവേർട്ടർ, അതായത് നമുക്ക് ഒരു സ്മാർട്ട് TV ആക്കാന്ന് പറയുന്ന കാര്യം, ഈ ഒരു ഡിവൈസ്, ഈ ഒരു കൺവേർട്ടർ ആണിത്. ഈ ഒരു കൺവേർട്ടർ വെച്ച് നമുക്ക് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യാമെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൊബൈൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇപ്പോഴത്തെ പുതിയ സ്മാർട്ട് ഫോൺ എല്ലാം C-Type ആണ്. അപ്പോൾ അതിന്റെ C-Type കേബിൾ, C-Type to HDMI കേബിൾ വേണം. കാര്യം ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് HDMI ഇൻപുട്ട് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 350 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ആ റേറ്റിലും അതിന്റെ പല പല റേറ്റിൽ വ്യത്യാസം വരുന്നതാണ്. പല കമ്പനിയുടെ ഉണ്ട്, പല ബ്രാൻഡിന്റെ ഒക്കെ ഉണ്ട്. അപ്പം റേറ്റിനും വ്യത്യാസം വരും. ഓഫറൊക്കെ വരുമ്പോഴേക്കും നല്ല തീർത്തും വില കുറഞ്ഞും കിട്ടുന്നതാണ്. ഇത് വെറും ഒരു കൺവേർട്ടർ മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക, ഇൻപുട്ടിനെ ഇവർ കൺവേർട്ട് ചെയ്ത് ആ ഒരു രീതിയിലുള്ള ഔട്ട്പുട്ട് ആക്കുന്നു എന്നുള്ളൊരു കൺവേർട്ടർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രയോജനം തന്നെയാണ്. കാര്യം നമുക്ക് CRT TV ഒക്കെ ആണെങ്കിലും പഴയ TV ഒക്കെ ആണെങ്കിലും അതിൽ നമുക്ക് നല്ലൊരു HD മികവോട് കൂടി നല്ല വീഡിയോസ് കാണാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരം തന്നെയാണ്. നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് നോക്കാം. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു പാക്കേജിന്റെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു കൺവേർട്ടറും അതിന്റെ കൂടെ ഒരു USB കേബിളും കൂടിയാണ് കിട്ടുന്നത്. ഇത് പഴയ മറ്റേ മൈക്രോ USB കേബിളാണ്. ഇതൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല, ഇതിനൊന്നും ആവശ്യം വന്നിട്ടില്ല. ഈ ഒരു സാധനമാണ് നമ്മുടെ സാധാരണ ഒരു CRT TVനെയൊക്കെ സ്മാർട്ട് TV ആക്കാൻ സഹായിക്കുന്നത്. സ്മാർട്ട് TV എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സ്മാർട്ട് TV പോലെ കാണാം എന്നല്ല, എങ്കിലും നമുക്ക് ആ ഒരു കുറച്ച് പ്രവർത്തനമൊക്കെ നമുക്ക് നമ്മുടെ പഴയ CRT TVയിലൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ ഈ ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് സ്മാർട്ട് TV ആക്കാം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചെറിയ ഡിവൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്ക് ഇൻപുട്ട് കാണാവുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട് എന്നുള്ളത്. ഇതിൻ്റെ അവിടെ HDMI-യുടെ ആ ഒരു ഇൻപുട്ട് പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് HDMI കേബിൾ ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിന്റെ VA കേബിൾ ആണ്. അതായത് വീഡിയോയും ഓഡിയോയും ഉള്ള നമ്മുടെ 3 പിന്നായിട്ടുള്ള നമ്മൾ സാധാരണ TVയിലൊക്കെ കണക്ട് ചെയ്യുന്ന ആ ഒരു കേബിൾ ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അതായത് HDMI നിന്ന് നമ്മൾ സാധാരണ ആ ഒരു ഔട്ട് നൽകുന്ന ആ ഒരു പിന്നിലേക്ക് നൽകുന്ന ഒരു ഡിവൈസ് എന്നതാണ് ഇത്. പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് USB പവർ, അതിൻ്റെ കൂടെ തന്നെ NTSC പാല നമുക്ക് TVയിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. USB പവർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ പവർ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി USB അഡാപ്റ്റർ വഴി കണക്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് USB പവർ അഡാപ്റ്റർ വഴി നമുക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു HDMI വഴി നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് പവർ ഉണ്ട്. ആ ഒരു പവർ തന്നെയാണ് ഇത് കൺവേർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ പവർ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് ഈ USB പവർ എന്ന് കാണിക്കുന്നത് ഇത് മൈക്രോ USB പോർട്ടാണ്. നമ്മുടെ സാധാരണ USB പോർട്ടൊന്നും അല്ല, അതുകൊണ്ട് USB ഒന്നും കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് ലാപ്ടോപ്പ് കണക്ട് ചെയ്യാം. നമുക്ക് HDMI ഔട്ട്പുട്ട് ഉള്ള ഡിവൈസസ് ഉണ്ടെങ്കിൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ DVD പ്ലെയർ, ഇതിന്റെയൊക്കെ നമുക്ക് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് HDMI-യുടെ ഒരു ഔട്ട്പുട്ട് കാണും. ആ ഔട്ട്പുട്ടിൽ നമുക്ക് നേരെ HDMI കേബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇൻപുട്ടായിട്ട് ആ HDMI കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്ലേ ചെയ്യുന്നു അതെല്ലാം നമുക്ക് TVയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ കണക്ട് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മൊബൈൽ നമ്മൾ സാധാരണ TVയിൽ കാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷേ അതിന് ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. അത് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാനിപ്പം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് കണ്ടത് അങ്ങനെയാണ്. പക്ഷെ എന്നാൽ അതിന്റെ കേബിൾ വരുന്നത് നമുക്ക് C-Type കേബിൾ ടു HDMI കേബിളാണ്. അപ്പം നല്ല റേറ്റ് വരുന്നുണ്ട്. അതുമല്ല അത് എത്രത്തോളം മാക്സിമം സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കണക്ടിവിറ്റി മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് തീർത്തും കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കത്തില്ല അത് പറ്റും എന്നുള്ളത്. നമുക്ക് സാധാരണ HDMI ഔട്ട്പുട്ട് തരുന്ന ഡിവൈസസ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പിന്നെ DVD പ്ലെയർ, അതുപോലുള്ള കുറച്ച് ഡിവൈസസ് ഉണ്ട്. നമുക്ക് കാണാം അതിന്റെ ബാക്കിൽ ഏതൊരു ഡിവൈസ് എടുത്താലും അതിന്റെ ബാക്കിൽ ഒരു പോർട്ട് അതിന്റെ ബാക്കിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ആണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് ഇതിലൂടെ നമുക്ക് വീഡിയോ TVയിൽ പ്ലേ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1080 പിക്സലിൽ നമുക്ക് HD വീഡിയോസ് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ CRT TVയിലാണെങ്കിലും നമുക്ക് HD വീഡിയോസ് കാണാവുന്നതാണ്. നമ്മൾ വിചാരിക്കും CRT TVയിലായതുകൊണ്ട് HD വീഡിയോസ് ആയിരിക്കും അങ്ങനെ കൺവേർട്ട് ആവുന്ന, അങ്ങനെയല്ല, നല്ല HD വീഡിയോസ് തന്നെ. ഞാനിപ്പം ഒരുപാട് സിനിമാസ്, പുതിയ സിനിമ എല്ലാം വരുന്നത് ഞാൻ അങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല സൗണ്ടിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗണ്ട് എങ്ങനെയാണെന്ന്. ഇപ്പം ഞാൻ നേരിട്ട് ഹോം തിയേറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം HD സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇതിലൂടെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. നമുക്ക് സാധാരണ TVയിലെ സൗണ്ട് നമുക്ക്
ഓഡിയോ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നേരെ ഏതാണ് നമുക്കിപ്പം ആംപ്ലിഫയറോ അല്ലെങ്കിൽ ഹോം തിയേറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബൊക്കെ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വഴി നമുക്ക് ആ ഒരു യൂട്യൂബ് നമുക്ക് TV-യിൽ കണക്ട് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ പിന്നെ അതിലെല്ലാം നമ്മൾ കാണുന്ന പോലെ തന്നെ, പക്ഷേ എന്നാൽ കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൺവേർട്ടർ ഉപയോഗിച്ച് കാണാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊരു സ്മാർട്ട് ഡിവൈസ് അല്ല, ഇതൊരു സ്മാർട്ട് കൺവേർട്ടർ ആണ്. ഇത് ജസ്റ്റ് ഒരു കൺവേർട്ടർ ആണെങ്കിൽ പോലും ഇത് ഇതിൻ്റെതായ നല്ലൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് TV കണക്ട് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആ TV നമ്മൾ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ വീഡിയോസ് നമുക്ക് TV-യിൽ പ്ലേ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ മേടിച്ച HDMI കേബിൾ. ഇത് 4K വരെ സപ്പോർട്ടബിൾ ആണ്. ഇതിന് അധികം വലിയ റേറ്റ് വരുന്നില്ല. ഏകദേശം ഒരു 100 രൂപ 120 രൂപയ്ക്കൊക്കെ ഈ ഒരു കേബിൾ നമുക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല ലെന്ത് ഉള്ളത്, അതുപോലെ തന്നെ ക്വാളിറ്റി കൂടിയ ഒരു കേബിൾ തന്നെയാണിത്. ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ലാപ്ടോപ്പിന്റെ HDMI കേബിളിന്റെ ഔട്ട്പുട്ട് ആ ഒരു പോർട്ടുണ്ട്. ആ പോർട്ടിലേക്കാണ് ഈ ഒരു HDMI കേബിൾ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു HDMI പോർട്ട് ഉണ്ട്, നമുക്ക് ഇവിടോട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ലാപ്ടോപ്പിന്റെ HDMI-യുടെ ആ ഒരു പോർട്ടിലേക്ക്, അതായത് ഇതിന്റെ ഔട്ട്പുട്ടാണ് ആ ഒരു HDMI എന്ന് പറയുന്നത്. നമുക്കിത് പ്രൊജക്ടർ എല്ലാം കണക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പോർട്ടിലേക്കാണ് ഞാൻ ഈ HDMI കേബിളിന്റെ ഒരു ഭാഗം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ HDMI കേബിളിന്റെ മറ്റേ അറ്റം വരുന്നത് ഈ ഒരു HDMI തന്നെയാണ്. സെയിം HDMI-യുടെ കേബിൾ ആയതുകൊണ്ട് തന്നെ HDMI തന്നെയാണ് ആ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും വരുന്ന ആ ഒരു പോർട്ട് കേബിളെല്ലാം HDMI തന്നെയാണ്. അത് നമുക്ക് ഈ ഒരു കൺവേർട്ടറിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു കൺവേർട്ടറിലോട്ട് HDMI നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് TV-യുടെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുന്നതാണ് ആ 3 പിൻ പ്ലഗ്. അത് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്താൽ മതി. ഇതാണ് ഇപ്പോൾ നമ്മുടെ 3 പിൻ പ്ലഗ്. അതായത് ഇപ്പോൾ യെല്ലോ ഞാൻ ഇവിടെ യെല്ലോയ്ക്ക് തന്നെ കണക്ട് ചെയ്യുന്നു, വൈറ്റ് ഇവിടെ വൈറ്റിന് തന്നെ കണക്ട് ചെയ്യുകയാണ്. വൈറ്റും റെഡും വരുന്നത് ഓഡിയോയുടെയാണ്, യെല്ലോ വരുന്നത് വീഡിയോയുടെയാണ്. ഞാനിവിടെ 3 കേബിളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ എൻഡ് വരുന്നത് TV-യിലോട്ട് ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് യെല്ലോ TV-യിലോട്ട്, യെല്ലോയുടെ TV-യുടെ തന്നെ യെല്ലോയിലേക്ക്, അത് വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ വൈറ്റും റെഡും വരുന്നത് ഓഡിയോയാണ്. ഓഡിയോ ഞാൻ ഹോം തിയേറ്ററിൻ്റെ ബാക്കിലെ ഓക്സിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് TV ഓണാക്കി നോക്കാം. എന്നിട്ട് അവിടെ ഇപ്പോൾ വ്യക്തമായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പം എന്താണോ നമ്മൾ ലാപ്പിൽ ഉപയോഗിക്കുന്നത് അത് തന്നെ സെയിം തന്നെയാണ് ആ ഒരു വീഡിയോ ഇതിൻ്റെ അകത്തും വന്നിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ വീഡിയോ CRT TV നേരിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ കാണുന്നത്. ശരിക്കും ഇത് നല്ല HD ക്വാളിറ്റി തന്നെയാണ് നമുക്ക് സിനിമ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ടുള്ള ആ ഒരു പ്രശ്നമാണ്, വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടത്. നല്ല HD ക്വാളിറ്റി തന്നെ നമ്മളിപ്പം ലാപ്പിലാണെങ്കിലും കാണുന്ന പോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ല മികവായിട്ട് തന്നെ നമുക്ക് TV-യിൽ കാണാൻ സാധിക്കും, കുറച്ചുകൂടെ വലുപ്പത്തിലെല്ലാം കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് നമ്മൾ ലാപ്പിൽ നിന്ന് അല്ലെങ്കിൽ DVD അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഏതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു കേബിൾ വെച്ച് കൺവേർട്ടർ ഉപയോഗിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതിനെക്കുറിച്ചുള്ള കുറച്ച് സംശയങ്ങളൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. മാറിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.